What's up guys, welcome back to my channel Leo Gamer. ഒരു ഹാർഡ് കോർ എപ്പിസോഡായിട്ടാണ് സെക്കൻഡ് എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ തേർഡ് ഡേ അങ്ങനെ കംപ്ലീറ്റ് ആക്കി. ഞാനിപ്പം ഈ ഇവിടെ അടിയിലൊക്കെ നല്ല സോംബികളുടെ സൗണ്ടൊക്കെ ഞാൻ വിചാരിച്ചു സോംബികളെ ഒക്കെ ഒന്ന് ഇതാക്കാം. ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇത്ര ഉള്ളൂ ഇവിടെ തോന്നണേ. മുകളിലായിട്ട് നമ്മൾ വീറ്റ് ഇന്നലെ ഫാം ചെയ്താന്നോ, വീറ്റ് നോക്കണം. കറക്റ്റ് ഒരു സ്റ്റെയർസ് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കാം. ഇങ്ങോട്ടെണ്ണം വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇവിടെ നിന്ന് ഒറ്റ ചാട്ടത്തി. ഇത് ഭയങ്കര അഡ്വാൻറ്റേജാണ് തോന്നണേ. നമുക്കിന്നൊരു വീട് സെറ്റാക്കാൻ നോക്കണം. പക്ഷെ വീടിനുള്ളൊരു റിസോഴ്സസും നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഈ ഡേയും കൂടി ഇങ്ങനെ പോട്ടെ. അങ്ങോട്ടാണ് തോന്നണേ. നമ്മുടെ വീട്ടിൽ ഇന്നലെ എവിടെയാണെന്ന് കണ്ടവർക്കാണെങ്കിൽ അറിയാമായിരിക്കും നമ്മളെവിടെയാണ് വച്ചതെന്ന്. അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി നോക്കി കേട്ടോ. പണി കിട്ടിയില്ല. പണി കിട്ടി. അതേ ഇരിക്കുന്നതാണ്. വീട്ടിൽ ഇപ്പോഴും വളർത്തുന്നതല്ല. 3 ദിവസമായി. ഡോൾഫിൻസൊക്കെ ഉണ്ട്. ഒരെണ്ണറ്റുള്ളൂ ഇതുവരെയായിട്ട്. അയ്യോ പണിവാളിയത്. ഇതൊന്ന് നമ്മൾ ഒന്ന് കരയിലേക്ക് ആക്കട്ടെ കേട്ടോ. പക്ഷേ നമ്മൾ കരയിലേക്ക് എങ്ങനെയൊക്കെ എത്തി. നമ്മുടെ വീട്ടിൽ അങ്ങനെ വളർന്നു. ഒരു സീഡും കൂടി കിട്ടി. ആ സീഡ് അവിടെ കൊണ്ടുപോയി നട്ടേക്കാം. 2 സീഡ് കിട്ടിട്ടോ. ഇത് രണ്ടും നമുക്ക് അവിടെ കൊണ്ടുപോയി നടാട്ടോ. 2 നടക്കാനുള്ള സ്ഥലമുണ്ടോ? ഒരെണ്ണം നടാനുള്ളത് അതുകൊണ്ട്. ഉണ്ട്. ഫസ്റ്റ് വീഡിയോയിലൊന്ന് കമൻറ്റ് കൂടി ഇട്ടേക്കുക. നമ്മൾ ഈ എപ്പിസോഡിലൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. സീഡ് അങ്ങനെ കിട്ടി. നമുക്കിതും കൂടി ഒന്ന് പോയി നടാം. 3 എണ്ണമായി. 4 നൈസ്. നമ്മളങ്ങനെ നമ്മുടെ ഒരു ഫുഡ് ഫാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി അടിയിലുള്ള കേവിലേക്ക് എനിക്ക് പോകണമെന്നുണ്ട്.
നമ്മുടെ ഹങ്കർ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി ലൈഫ് പോയ പിന്നെ. അതെന്നാ പറ്റിയെന്ന് എനിക്കറിയില്ല. ഹാർഡ് കോർ അങ്ങനെ വരാത്തതാണ്. ഹാർഡ് കോർ വേഗം കുറയണേ ആണോ. ഇപ്പം ഹങ്കറൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ബഗ്ഗായിരിക്കും ചിലപ്പോൾ. നമുക്കിപ്പം ഇന്ന് കേവിലേക്ക് ഇറങ്ങാം. ഇച്ചിരി ഫുഡൊക്കെ കയ്യിരുന്നോട്ടെ. ഇതൊക്കെ ഇങ്ങോട്ട് വയ്ക്കാം. ഇതും കയ്യിരുന്നോട്ടെ. ഇതും ഇങ്ങോട്ട് വയ്ക്കാം. ഇതൊക്കെ കയ്യിരുന്നോട്ടെ. പിക്കാക്സ് റോഡ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം അടിയിലേക്ക് അത് നമുക്കറിയാവുന്ന മെസ്സേജ് എന്നാണ്. അതൊന്നും ചെയ്യണ്ട. കറക്റ്റ് കേവിലേക്ക് അടി. ഇതൊരു ജൈൻ്റ് കേവാ. ഇതൊരുവിധം വലിയ കേവാട്ടോ. ഇവിടെ നമുക്ക് ഇപ്പോഴാണ് നമ്മളൊരു മോൺസ്റ്റർ ഹണ്ടറായ. വീണ്ടും സോംബികളും ഉണ്ട്. നമുക്ക് ഇങ്ങോട്ടൊരു ടോർച്ച് വെച്ചേക്കാം. കുട്ടി സോംബി ഒന്നാലാണ് പെടാമാണ്. അതിന് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചേക്കാം. ഞാൻ അവിടെയായിട്ട് ഇച്ചിരി അയം കണ്ടു. പക്ഷേ അവിടെ ഒരു സ്കെൽട്ടൻ നിൽക്കുന്നുണ്ട്. അവൻ ഇച്ചിരി വള്ളിയാണ്. നമുക്ക് ആ അയൺ എടുക്കാൻ പറ്റിയെങ്കിൽ നല്ലതാന്നു. നമുക്ക് ഒരു ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റിയേനെ. ഷീൽഡ് ഉണ്ടാക്കിയെങ്കിൽ ഒരു ഇത് വലിയ കേവാട്ടോ ഇത്. നമുക്ക് ഇന്നൊരു ഫാം സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കണം. നമുക്ക് അതിനായിട്ട് ഇച്ചിരി വുഡൊക്കെ ശേഖരിക്കണം. നമുക്ക് ഇച്ചിരി കയ്യിൽ ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വെച്ചേക്കാം. പൂള് ഇതൊക്കെ ഇങ്ങോട്ട് വയ്ക്കാം. പണി കഴിഞ്ഞോട്ടെ. ഇതും കഴിഞ്ഞോട്ടെ. ഇതൊക്കെ കഴിഞ്ഞോട്ടെ. നമുക്ക് പോയി വുഡ് ഇച്ചിരി ഒരു 2 സ്റ്റാക്ക് റെഡിയാക്കാൻ പറ്റുമോ നോക്കണം. നമുക്കപ്പോൾ വുഡ് അങ്ങോട്ട് പോയി മെയിൻ ചെയ്യാം. നമുക്കപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരുവിധം വെറൈറ്റി ബ്രിഡ്ജ് ഉണ്ട്, ഓക്കും ഉണ്ട്. അത് രണ്ടും ഉള്ളതുകൊണ്ട് അങ്ങനെ സീനുണ്ടാവില്ല. വുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ സീനൊന്നുമില്ല. നമുക്കപ്പോൾ വേഗം ആദ്യമായിട്ട് ഞാൻ നടക്കുന്ന ഒരാളെ കാണണേ. നിങ്ങളും ഇങ്ങനെയാണ് പോജാലഞ്ചർ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. നിങ്ങൾ പോജാലഞ്ചർ ബാനായോ ഇല്ലേന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. ഞാനപ്പോൾ ഈ വുഡുകൾ ഒരുവിധം കളക്ട് ചെയ്യണം. അപ്പോൾ കഴിച്ച് നമ്മൾ വുഡ് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ തന്നെ വെച്ചിട്ട് നമ്മളിങ്ങനെ വുഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ആദരയാണ്. നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒറ്റ പോക്ക് അങ്ങോട്ട് പോകണം. നമുക്കിപ്പോൾ അങ്ങനെ പേടിയൊന്നുമില്ല. അവിടെ തന്നെ ആയിട്ട് ഒരു സ്കെൽട്ടൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ സ്പൂണിൻ്റെ അങ്ങോട്ട് വന്ന പണിയാണ്. സോംബികൾക്ക് ഭയങ്കര കണ്ണ വേഗം കാണും. എങ്ങനെ കറങ്ങി പോകുന്നതാണ്. വീടൊന്നും അങ്ങനെ ടച്ച് ചെയ്യാതെ വരും കേട്ടോ. ഇവിടെ ആയിട്ടൊരു മരം നട്ടുണ്ട്.
നമുക്ക് വീട്ടിലേക്ക് വേഗം ഒന്ന് പോട്ടെ. ഓക്കെ, എത്തി. ഉറങ്ങാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ മോൺസ്റ്റേഴ്സ് നിയർ ബൈ യു എന്നാണ് കാണിക്കണേ. അപ്പം നമ്മുടെ 4th ഡേ അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഒരു മൂന്ന് സ്റ്റാക്ക് ഒരു വുഡ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി വുഡ് ഈ 2 സ്റ്റാക്ക് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇച്ചിരി ഷുഗർ കെയിൻ അവിടെ നിന്ന് സൈഡിൽ മാത്രമല്ല ഞാൻ അപ്പോൾ ഇവിടെ വെച്ച് മരം അവിടം വരെ നീങ്ങേണ്ട കാര്യം. ഞാൻ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഒരു എല്ലാം ഫ്രണ്ടിന് വേണ്ടി മാക്സിമം നമ്മളെ ഒന്ന് റീച്ചായി വരട്ടെ. ദൂരാവൂലേ? 8 കൂടെ ഉള്ളൂ. അതും കൂടി വേണം വച്ചേക്കാം. നമ്മളങ്ങനെ ഒരു ലാസ്റ്റ് വുഡ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഇതെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്കും നൈറ്റ് ആവാറായുണ്ട്. പക്ഷെ നമ്മുടെ ഹങ്കറൊക്കെ കുറയുള്ള എന്തായാലും ഇച്ചിരി ഫുഡിരിക്കുന്നുണ്ട്. ഹങ്കർ ഫുള്ളാക്കിയിട്ടുണ്ട് നമ്മൾ. ഉള്ള പൈസക്ക് ഉള്ള ഇതിന് സ്റ്റിക്ക് ഉണ്ടായി. അതാരോ വന്നോലെ തോന്നിയില്ലേ? എനിക്ക് സൗണ്ട് ഇട്ടിട്ട് ആരോ വന്നോലെ തോന്നി. നമുക്ക് ഇന്നത്തെ എപ്പിസോഡൊക്കെ മതിയില്ലേ? അടുത്ത എപ്പിസോഡ് നമുക്ക് ഷീപ്പുകളെ ഒന്ന് കൊണ്ടുവന്ന് അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മാക്സിമം വുഡ് കളക്ട് ചെയ്തു. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അടിച്ചേക്കുക. അപ്പം ബെല്ലൈക്കൺ മറക്കല്ലേ. ഓക്കെ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.